ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ചോറ്റാനിക്കര അമ്പലത്തിലേക്കാണ്. അപ്പോൾ ഞാൻ എറണാകുളത്ത് വന്നിട്ട് അറൗണ്ട് ഒരു 3.5 ഇയറായി. അന്ന് മുതലുള്ള എൻ്റെ പ്ലാനാണ് ചോറ്റാനിക്കര അമ്പലത്തിലേക്കൊന്ന് പോകണമെന്ന്. അതായത് എനിക്ക് ചോറ്റാനിക്കര അമ്പലമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് എൻ്റെ അമ്മേൻ്റെ നാട് എറണാകുളത്തായിരുന്നു. അപ്പോൾ അമ്മ എപ്പോഴും ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുമായിരുന്നു. അങ്ങനെ അമ്മ ഒരുപാട് കഥകൾ അവിടുത്തെ പറഞ്ഞ് നല്ലൊരു കേട്ടുകേൾവിയുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ടെൻഡൻസി വരാറുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെ ഒരുപാട് കഥയൊക്കെ പറയാറുണ്ട്. എന്താണ് നമ്മുടെ മേൽക്കാവ്, കീഴ്ക്കാവ് എന്ന് പറഞ്ഞ നടകളുണ്ട്. അപ്പോൾ ആ കീഴ്ക്കാവിലാണ് ഈ മാനസിക പ്രശ്നമൊക്കെ നേരിടുന്നവർക്കുള്ള പൂജകളും പിന്നെ ഗുരുതി പൂജയൊക്കെ നടത്തുന്നത്. അതൊക്കെ കേട്ടിട്ട് എനിക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും തോന്നുമായിരുന്നു കേട്ടോ. പിന്നെ അതുമാത്രമല്ല, എൻ്റെ വീട്ടിലൊക്കെ പണ്ടൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചോറ്റാനിക്കര അമ്പലത്തിലെ പാട്ട് വെച്ചിട്ടായിരുന്നു. അതായത് എൻ്റെ അമ്മമ്മ ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ ഇവിടുന്ന് CD ഒക്കെ കൊണ്ടുവരും അങ്ങോട്ട്. എന്നിട്ട് ആ CD ഒക്കെ വീട്ടിൽ പ്ലേ ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു ഫീലായിരുന്നു. രാവിലെ തന്നെ ഇവിടുത്തെ അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ടിട്ട് എണീക്കുക എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. അപ്പം അറ്റ് ലാസ്റ്റ് ഞാൻ ഇന്നിവിടെ എത്തി. ആരും ഉണ്ടായിട്ടില്ല, ഞാൻ തന്നെയാണ് വന്നത്. എന്തായാലും ഒത്തിരി നാളത്തെ പ്ലാൻ സക്സസ് ആയതിൽ ഭയങ്കര ഹാപ്പിയായി ഞാൻ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും മീൻസ് അഖില ലൈക്ക് ലബി കാസ് ബൈ ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ഐക്കൺ കൊണ്ട് കൊണ്ടാൻ മറക്കരുത്.